ഹൈ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സർവീസിന് വന്നിരിക്കുന്ന ഒരു ഡെസ്ക്ടോപ്പ് ആണ്. ഡെസ്ക്ടോപ്പ് എന്നുണ്ടെങ്കിൽ ബെഡ് ടൈപ്പ് എന്ന് പറയും, പോസ്റ്റ് ടൈപ്പിന്, അങ്ങനെ രണ്ട് ടൈപ്പിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. HP ഡെസ്ക് എലൈറ്റ് ഡെസ്ക് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് കൊടുക്കുന്ന സമയത്ത് അഥവാ SMBS കൊടുക്കുന്ന സമയത്ത് ഡെഡ് ഐറ്റമാണ്. നമുക്ക് മനസ്സിലായി ഡെഡ് ആണ്. ഫോറിൻസ് നിന്നാണ് ഈ ലാപ്ടോപ്പ് അഥവാ ഈ ഡെസ്ക് അധികം കൊണ്ടുള്ള ഫോറിൻസ് നിന്നാണ്. അപ്പൊ ഈ ഫോറിൻസിൽ എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് കസ്റ്റമർ എന്താ സമയം 20 ഡിഗ്രിയിൽ അഥവാ AC കഴിഞ്ഞാൽ 20 ഡിഗ്രിയിൽ ആൾക്കാർ ഇത് വർക്ക് ചെയ്യുക. അധികം നമ്മൾ അവിടെ ബെഡ് ടൈപ്പ് തന്നെ യൂസ് ചെയ്യും. ഇതിന്റെ നേരെ മോണിറ്റർ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യാം. ഈ ഒരു സാധനം നമ്മൾ ഗൾഫിൽ യൂസ് ചെയ്യുന്നത്, ഗൾഫിൽ നിന്ന് നമ്മൾ അവിടെ യൂസ്ഡ് ആണെന്ന് തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുക. എന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ്, അതെനിക്ക് അവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നതാണ്. ഇവിടെ കൊടുന്ന് 2 ദിവസം കഴിഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ അതേമാതിരി തന്നെ റിപ്പീറ്റ് കംപ്ലൈന്റ്, പെട്ടെന്ന് ഇത് കംപ്ലൈന്റ് ആയി പോയി എന്ന് പറഞ്ഞു. വേറൊരു ഡയലോഗ് അടിക്കൂല. ഇതിപ്പോ ഇതിന്റെ കേസല്ല, ഒരു കോമൺലി ഞാൻ ഇതിന്റെ ഹിസ്റ്ററിയാ പറയുന്നത്. ഈ ബെഡ് ടൈപ്പ് പീസിന്റെ ഹിസ്റ്ററിയാ പറയുന്നത്. ആക്ച്വലി എന്താ സംഭവം എന്നുണ്ടെങ്കിൽ ഇതില് 2 ടൈപ്പിലാണ് നമ്മളെ നാട്ടിൽ ഈ സാധനങ്ങൾ യൂസ് ചെയ്യും. ഒന്ന് ബെഡ് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യും, ഒന്ന് പോസ്റ്റ് ടൈപ്പ് ആയിട്ട്. നമ്മളെ ക്ലൈമറ്റിൽ നമ്മുടെ സാധാരണ ഒരു നോർമൽ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ AC-ലല്ല, നോർമൽ ക്ലൈമറ്റിൽ അഥവാ 30 അബോവ് റേഞ്ചിലുള്ള ക്ലൈമറ്റിലായിരിക്കും അധികം ഉണ്ടാവുക. അപ്പൊ ഈ രീതിയിൽ നമ്മളവിടെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളും ഇതേമാതിരി ബെഡ് ടൈപ്പിലാണ് യൂസ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഡസ്റ്റ് നേരെ വന്നിട്ട് ഇതിലേക്ക് ഇത് കണ്ടന്റ് കറക്റ്റ് ആയിട്ട് ഇവിടെ ജാമായി കിടക്കും. പിന്നെ നമ്മളെ കേരള ക്ലൈമറ്റിലാവുന്ന വെച്ചാൽ 6 മന്ത് റെയിൻ ഉണ്ടായാലും പിന്നെ 6 മന്ത് നേരെ ഹോട്ട് ക്ലൈമറ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ ഫംഗസ് പ്രൊഡക്ഷൻ ചെയ്യാൻ എവിടേക്കും പോകണ്ട, ഓട്ടോമാറ്റിക് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഇതിന്റെ കംപ്ലൈന്റ് അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിന്റെ കംപ്ലൈന്റ് അതാണെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. നമ്മൾ കണ്ട കണ്ടീഷനിൽ നമ്മൾ ചെക്ക് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഈ ഒരു രീതിയിലുള്ള ഡസ്റ്റാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഡോറിന്റെ ഈ സൈഡിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഡസ്റ്റാണ്, സ്ലോട്ടിലൊക്കെ ഫുള്ള് ഡസ്റ്റാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഈ സിസ്റ്റം ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുന്ന മാതിരി തന്നെ ഇത് പോസ്റ്റ് ടൈപ്പിൽ വെച്ചിട്ട് ഇതേമാതിരി പോസ്റ്റ് ടൈപ്പിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം. പോസ്റ്റ് ടൈപ്പിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞ മാതിരി തന്നെ പെട്ടെന്ന് എന്ത് ചെയ്യില്ല, ഡസ്റ്റ് ആണ് കയറി കഴിഞ്ഞാലും ഒരു പരിധി വരെ എന്ത് ചെയ്യും, തടഞ്ഞു നിർത്തിയിട്ട് അങ്ങോട്ട് കയറത്തില്ല. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ ഡെസ്ക്ടോപ്പിന്റെ ഇത് ബ്രാൻഡഡ് പീസിന്റെ അവസ്ഥ. എങ്ങനെയാണ്, കുഴപ്പമൊന്നുമില്ല, പക്ക സെറ്റാണ്. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ലാതെ കൊണ്ടു നടക്കാനും പറ്റും. മോശക്കാരനല്ല, പക്ക ക്വാളിറ്റി സാധനമാണ്. SMBS ഒക്കെ പക്ക ഫിൽറ്ററിങ്, ഒരു രക്ഷയില്ല. കാരണം അത്രയും ക്ലാരിഫൈ ചെയ്തിട്ടാണ്. പക്ഷെ നമ്മൾ ഈ പറയുന്ന മാതിരി ക്ലൈമറ്റ് ഇയാൾക്ക് എന്ന് വെച്ചാൽ ഒരു 2024 ക്ലൈമറ്റ് ആണ് ഇയാൾക്ക് വേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.